അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഞാൻ നിങ്ങളോടൊപ്പം പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കളക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യനാണ്, അപ്പോൾ അത് ഞാൻ വീണ്ടും പറയുന്നില്ല. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഫ്ലൂയിഡ് ഇൻ വിച്ച് ഷിയർ സ്ട്രെസ് ഈസ് മോർ ദാൻ ദ ഈൽഡ് വാല്യൂ ആൻഡ് ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ ഈസ് നോൺ എസ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഒരു ഫ്ലൂയിഡിൻ്റെ കാര്യമാണ് ചോദിച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ ഓപ്ഷൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതാ നമ്മുടെ ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ഷിയർ സ്ട്രെയിൻ്റെത് എക്സ് ആക്സിസിലും ഷിയർ സ്ട്രെസ് നമ്മൾ വൈ ആക്സിസിലുമാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? എ ഫ്ലൂയിഡ് ഇൻ വിച്ച് ഷിയർ സ്ട്രെസ് ഇസ് മോർ ദാൻ ദ ഈൽഡ് വാല്യൂ. അപ്പോൾ എന്താണ്? അവിടെ ഒരു ഈൽഡ് വാല്യൂ ഉണ്ട്. ആൻഡ് ഷിയർ സ്ട്രെസ് ഈസ് പ്രൊപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അപ്പോൾ അതെന്താണ്? ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഗ്രാഫ് ഏത് ഫ്ലൂയിഡിൻ്റെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് ഏത് ഫ്ലൂയിഡിൻ്റെയാണ്? ഇറ്റ് ഈസ് ഐഡിയൽ പ്ലാസ്റ്റിക് ഫ്ലൂയിഡിൻ്റെയാണ്. ഓക്കെ അല്ലേ? ദെൻ cavitation is primarily associated with which of the following fluid particles? അപ്പോൾ cavitation ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു വേപ്പർ പ്രഷർ. ഓക്കെ, നെക്സ്റ്റ് if sigma is the surface tension, r is a cylinder radius, pressure increase delta p in the interior of a liquid cylinder is given by. ഇവിടെ ഇപ്പോൾ സിലിണ്ടർ എന്നൊക്കെ പറഞ്ഞാണ് തന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ തോന്നും, എന്തുവാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ലിക്വിഡ് ജെറ്റിൻ്റെ കേസിൽ നമ്മൾ സർഫസ് ടെൻഷൻ്റെ ഇക്വേഷൻ പഠിച്ചല്ലോ, അത് തന്നെയാണ് ഇവിടെയും വേണ്ടത് നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ പഠിച്ചത് എന്തുമായിരുന്നു? ഇക്വേഷൻ എന്ന് പറയുന്നത് അവിടെ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഈസ് ഈക്വൽ ടു 2 സിഗ്മ ബൈ ഡി എന്നായിരുന്നു ഇക്വേഷൻ പഠിച്ചത്. അതിൽ ഡി ഈ 2നെ താഴേക്ക് ഇറക്കി, അപ്പോൾ എന്ത് വരും? d/2 എന്ന് താഴെ വരും. സോ d/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. സോ സിഗ്മ ബൈ 6. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി ഇഫ് കോഹഷൻ ഗ്രേറ്റർ ദൻ അഡ്ഹേഷൻ ദെൻ. അപ്പോൾ കോഹഷൻ അഡ്ഹേഷനേക്കാളും കൂടുതലാണെങ്കിൽ കാപ്പിലറി റൈസ് ആണോ, കാപ്പിലറി ഡിപ്രഷൻ ആണോ, അതോ റിമെയിൻ പ്ലെയിൻ ആണോ, അതോ ഒന്നും സംഭവിക്കത്തില്ല. എന്താണ് നടക്കുന്നത്? അവിടെ കാപ്പിലറി ഡിപ്രഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. കോഹഷൻ ഗ്രേറ്റർ ദൻ അഡ്ഹേഷൻ ആണെങ്കിൽ കാപ്പിലറി ഡിപ്രഷൻ നടക്കും. ഇനി തിരിച്ച് അഡ്ഹേഷൻ ഗ്രേറ്റർ ദൻ കോഹഷൻ ആണെങ്കിൽ അവിടെ എന്ത് നടക്കും? കാപ്പിലറി റൈസ് നടക്കും. ഓക്കെ, അതെവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ. പിന്നെ കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു. കാപ്പിലാരിറ്റി എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു നമ്മളിപ്പോൾ പറഞ്ഞു അഡ്ഹേഷനും കോഹഷനും കാരണമാണ് എന്ത് ചെയ്യുന്നത്? കാപ്പിലാരിറ്റി ഉണ്ടാകുന്നത്. സോ ആൻസർ എ ആണ് ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് മോസ്റ്റ് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. അപ്പോൾ താഴെ പറഞ്ഞതിൽ ഏതാണ് കൂടുതൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്ന് ചോദിച്ചാൽ വാട്ടറാണ് ഏറ്റവും കൂടുതൽ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് വെച്ചിട്ട് ഇൻകംപ്രസിബിലിറ്റി ഏറ്റവും കൂടുതൽ ഏതിനാണ്? വാട്ടറിനാണ്. ദെൻ കെറോസിൻ, ദെൻ ഗ്യാസിലിൻ. ഏറ്റവും ഇൻകംപ്രസിബിലിറ്റി കുറവ്, അതായത് പെട്ടെന്ന് കംപ്രസിബിൾ ആകുന്നത് ആരാണ്? ഹീലിയം ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് എ ഗ്യാസ്. ഓക്കെ, വാട്ടർ, കെറോസിൻ, ഗ്യാസിലിൻ, ഹീലിയം. ദെൻ a liquid forms an interface with another liquid or gas. The surface energy per unit area of interface is known as. Surface energy per unit area, അതിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? സർഫസ് ടെൻഷൻ എന്ന് വിളിച്ചത്. ഓക്കെ, സർഫസ് ടെൻഷൻ. ഇനി എ ഫ്ലൂയിഡ് ഫ്ലോ ഇൻ വിച്ച് ദ ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഡസ് നോട്ട് ചേഞ്ച് ഡ്യൂറിങ് ഫ്ലോ ഈസ് കോൾഡ് എസ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ എന്താണ് ഡെൻസിറ്റി എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല ഡ്യൂറിങ് ഫ്ലോയിങ്. അതിന് നമ്മൾ എന്ത് ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്? ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് എന്നാണ് വിളിക്കുന്നത്. ഇനി കാപ്പിലാരിറ്റി ഓഫ് ലിക്വിഡ് ഇൻ സ്മോൾ ഡയമീറ്റർ ട്യൂബ് ഈസ് ഡ്യൂ ടു മോളിക്കുലർ അട്രാക്ഷൻ. ഓക്കെ, ഇൻ കേസ് ഓഫ് മെർക്കുറി ദ ഫോളോയിങ് ഒക്കേഴ്സ് ഇൻ ടേംസ് ഓഫ് കാപ്പിലാരിറ്റി. അപ്പോൾ മെർക്കുറിയാണ് നമ്മൾ എടുത്തിട്ട് അതിലൊരു കാപ്പിലറി ട്യൂബ് നമ്മൾ റിമേഴ്സ് ചെയ്യുന്നെങ്കിൽ അവിടെ കാപ്പിലറി റൈസ് ആണോ ഡിപ്രഷൻ ആണോ ഉണ്ടാകുന്നത്? കാപ്പിലറി ഡിപ്രഷൻ ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, അതേസമയം വാട്ടറാണ് എടുക്കുന്നതെങ്കിൽ അവിടെ കാപ്പിലറി റൈസ് സംഭവിക്കും. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദ മാക്സിമം ഡയമീറ്റർ ദാറ്റ് എ കാപ്പിലറി ട്യൂബ് ക്യാൻ ഹാവ് to ensure that a capillary rise of at least 6 mm is achieved when the tube is dipped into a body of liquid with a surface tension 0.08 Newton per meter and density 900 kg per meter cube. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഡയമീറ്റർ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ കാപ്പിലറി റൈസ് എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 6 mm. അതിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. സിഗ്മ എന്നാണ് ന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സിഗ്മയുടെ വാല്യൂ ന്യൂട്ടൺ പെർ മീറ്ററിൽ തരുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടത്. സപ്പോസ് സിഗ്മയുടെ വാല്യൂ നമുക്ക് ഗ്രാം പെർ സെൻറ്റിമീറ്റർ അതിൽ തരുവാണെങ്കിൽ ഈ ഇക്വേഷനിൽ ചേഞ്ച് വരുന്നതെന്ന് വെച്ചാൽ ഇതിൽ ജി വേണ്ട. ഓക്കെ, അത്രയും നിങ്ങൾ ഓർക്കുക. അപ്പം ന്യൂട്ടൺ പെർ മീറ്ററിലാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇതേപോലെ യൂസ് ചെയ്യാം. ഇനി ഈ സിഗ്മയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഗ്രാം പെർ സെൻറ്റിമീറ്ററിലാണ് തരുന്നതെങ്കിൽ അതെന്താണ്? CGS യൂണിറ്റ് ആണ്. അപ്പോൾ എല്ലാം അതിലോട്ട് മാറ്റുക. സിഗ്മ എന്ന് പറഞ്ഞാൽ ഗ്രാം പെർ സെൻറ്റിമീറ്ററായി. റോ എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഡി എന്ന് പറയുന്നത്
എന്തോ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. അതേസമയം ജി എന്ന് പറയുന്ന ഒരു ടേം അവിടെ വേണ്ട. ഓക്കെ, അതാണ് ഇക്വേഷനിൽ വരുന്ന ചേഞ്ച്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ന്യൂട്ടൺ പെർ മീറ്ററിലായതുകൊണ്ട് കുഴപ്പമില്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്. എച്ച് തന്നിട്ടുണ്ട്. ഇനി കോസ് തീറ്റയുടെ വാല്യൂ നമ്മൾ 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. ഇവിടെ പ്രത്യേകിച്ച് തീറ്റയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 0 ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യുക. ഓക്കെ, കോസ് തീറ്റ 0, അപ്പോൾ ഇത് 1 ആയി മാറി. അപ്പോൾ 4 സിഗ്മ ഡിവൈഡ് ബൈ റോ ജി എച്ച് എന്ന് വരും. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡി ഈസ് ഈക്വൽ ടു 0.006 മീറ്റർ എന്നാണ് വരുന്നത്. കാരണം നമ്മളിവിടെ എല്ലാ മീറ്ററിലൊക്കെ SI യൂണിറ്റിലാണ് കൊടുത്തത്. സോ 6 mm ലാസ്റ്റ് വരും. ഇനി ഹൈഗ്രോമീറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ്. ഹൈഗ്രോമീറ്റർ എന്ത് ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? വാട്ടർ വേപ്പർ കണ്ടൻറ്റ് ഓഫ് എയർ. ഓക്കെ, എയറിൻ്റെ വാട്ടർ വേപ്പർ കണ്ടൻറ്റ് മെഷർ ചെയ്യാനാണ് നമ്മൾ ഹൈഗ്രോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ദ സ്ട്രെസ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ റീറ്റെയിനിങ് വാട്ടർ ഇൻ കാപ്പിലറി ട്യൂബ് എബോവ് ദ ഫ്രീ വാട്ടർ സർഫസ് ഓഫ് ദ വാട്ടർ ബോഡി ഇൻ വിച്ച് ദ കാപ്പിലറി ട്യൂബ് ഈസ് ഇൻസെർട്ടഡ് ഈസ്. അപ്പോൾ ഇതിൽ ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കാപ്പിലറി ട്യൂബ് ഇൻസെർട്ട് ചെയ്യുമ്പോൾ നെയിം വാട്ടർ സർഫസിൽ ഇങ്ങനെ ഇൻക്രീസ് ആവും അല്ലെ, കാപ്പിലറി റൈസ് സംഭവിക്കും, അല്ലെങ്കിൽ കാപ്പിലറി ഡിപ്രഷൻ സംഭവിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്താണ്? കാപ്പിലറി റൈസിൻ്റെ കാര്യമാണ്. കാപ്പിലറി ട്യൂബ് എബോവ് ഫ്രീ വാട്ടർ സർഫസ് എന്ന് പറയുമ്പോൾ കാപ്പിലറി ട്യൂബ് എബോവ് ദ ഫ്രീ വാട്ടർ സർഫസ് ഓഫ് ദ വാട്ടർ ബോഡി ഇൻ വിച്ച് കാപ്പിലറി ട്യൂബ് ഈസ് ഇൻസെർട്ടഡ് ഈസ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? കാപ്പിലറി റൈസ് എന്ന് വിളിക്കും. ആ കാപ്പിലറി റൈസ് ഉണ്ടാവാൻ ആകുമ്പോൾ അവിടെ എന്താണ്? കാപ്പിലറി ടെൻഷനാണോ കംപ്രഷനാണോ എന്താണ് ഉണ്ടാവുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വരുന്നത് കാപ്പിലറി ടെൻഷൻ. അപ്പോൾ കാപ്പിലറി റൈസ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്? കാപ്പിലറി ടെൻഷനാണ് ഉണ്ടാകുന്നത്. ഇനി ഇത് മാച്ച് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ കാപ്പിലാരിറ്റി ഏതുമായി ബന്ധപ്പെട്ടതാണ്? കാപ്പിലാരിറ്റി ഈസ് എന്താണ്? ഡ്യൂ ടു സർഫസ് ടെൻഷനാണ്. കാപ്പിലാരിറ്റി ഈസ് ഡ്യൂ ടു സർഫസ് ടെൻഷൻ. വേപ്പർ പ്രഷർ കാരണമാണ് എന്ത് ഉണ്ടാകുന്നത്? കാവിറ്റേഷൻ സംഭവിക്കുന്നത്. വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? ഷിയർ ഫോഴ്സ് വരുന്നത്. വിസ്കോസിറ്റിക്ക് കാരണം എന്താണ്? ഷിയർ ഫോഴ്സ് ആണ്. ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് റിലേറ്റഡ് ടു ഡെൻസിറ്റി ഓഫ് വാട്ടർ. പിന്നെ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡ്. ഞാൻ ഇവിടെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് വെച്ചാൽ സ്പെസിഫിക് വെയിറ്റ് ഓഫ് ലിക്വിഡ് എങ്ങനെയാണ്? ഓരോ പ്ലേസ് അനുസരിച്ച് ചേഞ്ച് ആവുമോ? ഓരോ സമയം അനുസരിച്ച് ചേഞ്ച് ആവുമോ? അതോ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണോ? അതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇത് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻ്റ് അറ്റ് എവരി പ്ലേസ്. ഓക്കെ, അതായത് ഓരോ പ്ലേസിലും എന്ത് ചെയ്യും? ഇത് കോൺസ്റ്റൻ്റ് അല്ല, വേരി ചെയ്തുകൊണ്ടിരിക്കും. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെയിറ്റ് ഡിവൈഡഡ് ബൈ വോളിയമാണ്. ഈ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേസ് ടു പ്ലേസ് ചേഞ്ച് ആവുന്ന ഒന്നാണ്. ഓക്കെ, ഇനി മെർക്കുറി ഡസ് നോട്ട് വെറ്റ് ദ ഗ്ലാസ്. ഓക്കെ, മെർക്കുറി എന്തില്ല? ഗ്ലാസ്സിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വെറ്റ് ചെയ്യത്തില്ല. ദിസ് ഇസ് ഡ്യൂ ടു ദ പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് നോണസ്. വെറ്റ് ചെയ്യാത്തതിന് കാരണം എന്താണ്? മെർക്കുറിക്ക് കൊഹഷൻ കൂടുതലാണ്. ഇനി എ ഡ്രോപ്പ് ഓഫ് വാട്ടർ മെയിൻറ്റെയിൻസ് ഇറ്റ്സ് സ്ഫെറിക്കൽ ഷേപ്പ് ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ്സ്. അപ്പോൾ ഒരു ഡ്രോപ്പ് ഓഫ് വാട്ടർ അതിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണ്? കൊഹഷനാണ്. ഓക്കെ, ഇനി വാല്യൂ ഓഫ് ബൾക്ക് മോഡുലസ് ഓഫ് എ ഫ്ലൂയിഡ് ഈസ് റിക്വയർഡ് ടു ഡിറ്റർമിൻ. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ബൾക്ക് മോഡുലസ് ഓഫ് ഫ്ലൂയിഡിൻ്റെ വാല്യൂ വെച്ചിട്ട് നമുക്ക് എന്താണ് ഈ പറയുന്നതിൽ ഏത് നമ്പറാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു ബൾക്ക് മോഡുലസ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചുകൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടെന്നേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ് മാക് നമ്പർ ഡിറ്റർമിൻ ചെയ്യാനാണ് നമ്മൾ ബൾക്ക് മോഡുലസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത് ഇവിടെ നോക്കാം. എ സോയിൽ സാമ്പിൾ ഹാസ് എൻ ആവറേജ് ഗ്രെയിൻ ഡയമീറ്റർ 0.03 mm. സൈസ് ഓഫ് ഇൻഡർസ്റ്റൈസസ് തന്നിട്ടുണ്ട് 1/8 ഓഫ് മീൻ ഗ്രെയിൻ ഡയമീറ്റർ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സൈസ് അസ്യൂം ചെയ്യുന്നത് സൈസ് ഓഫ് ഇൻഡർസ്റ്റൈസസ് എന്ന് പറയുന്നത് ഈക്വൽ ടു റേഡിയസ് ഓഫ് ഇൻഡർസ്റ്റൈസസ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ഡയമീറ്റർ അല്ല, റേഡിയസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോ 1/8 ഓഫ് 0.03 mm ആണ്. അതിന് ഞാൻ സെൻറ്റിമീറ്ററിലോട്ടാക്കി. കാരണം എന്താ? ഇവിടെ സർഫസ് ടെൻഷൻ തന്നിരിക്കുന്ന ഗ്രാം പെർ സെൻറ്റിമീറ്ററിലാണ്. വാട്ടർ വിൽ റൈസ് ഇൻ ദ ക്ലേ ടു ഹൈറ്റ്. എച്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 4 സിഗ്മ കോസ് തീറ്റ ബൈ റോ ജി ടി. തീറ്റ എത്രയെന്ന് അറിഞ്ഞിട്ടില്ല. സോ നമ്മൾ 0 ആയിട്ട് തന്നെ എടുത്തു. കോസ് തീറ്റ 1 ആയിട്ട് എടുത്തു. 4 സിഗ്മ. ഇതിൽ 4നെ 2 സിഗ്മ എന്ന് എഴുതിയാൽ ഡിവൈഡഡ് ബൈ d/2 എന്ന് എഴുതാമല്ലോ. ആ d/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ആണ്. അപ്പം ഞാൻ അതിന് ഇക്വേഷൻ ഒന്ന് റീറൈറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. 2 സിഗ്മ ഡിവൈഡ് ബൈ റോ ജി ആർ. ഇതിൽ ജി വേണോ? നമുക്ക് വേണ്ട. കാരണം എന്താണ്? 0.075 എന്ന് പറയുന്നത് ഇൻ ഗ്രാം പെർ സെൻറ്റിമീറ്ററിലാണ് യൂണിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗ്രാം പെർ സെൻറ്റിമീറ്ററിലാണെങ്കിൽ ഈ ജി എന്നുള്ള ടേം വേണ്ട. പകരം റോ 1 ഗ്രാം പെർ സെൻറ്റിമീറ്റർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 400 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ആൻസറിൽ മീറ്ററിലായിരുന്നു വേണ്ടിയിരുന്നത്. സോ h is equal to 4 meter. If the volume of liquid weighing 3000 kg is 4 meter cube, 0.05 is its. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 3000 കിലോഗ്രാം ആണ് ഒരു വെയിറ്റ്. അതെന്താണ്? മാസ്സാണ് അല്ലേ. അതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 0.075 എന്ന് പറഞ്ഞ് ഇതിൽ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മാസും വോളിയം തന്നിരുന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡെൻസിറ്റി കണ്ടുപിടിക്കാം അല്ലേ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം 750. അപ്പോൾ ഇവിടെ എത്രയാണ്? 0.075 ആണ്. അതായത് 750യുടെ കൂടെ 1000 ഡിവൈഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ 0.075 ആണ്. സോറി, ഇവിടെ 0.75 ആണ് കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യനിൽ ഇത്തിരി മിസ്റ്റേക്ക് ഉണ്ട്. 0.75. ഓക്കെ, അപ്പോൾ ഇതെന്തുവാണ്? നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് കിട്ടുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫ്ലൂയിഡ്സ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് നോൺ ന്യൂട്ടോണിയൻ. ഇതിൽ നോൺ ന്യൂട്ടോണിയൻ ആയിട്ടുള്ള ഫ്ലൂയിഡ് ഏതാണ്?
കെറോസിൻ നോൺ ന്യൂട്ടോണിയൻ അല്ല. ഡീസൽ ഓയിൽ, ബ്ലഡ്, ടൂത്ത് പേസ്റ്റ് അല്ല എന്നറിയാം. ഡീസൽ ഓയിൽ അറിയത്തില്ല. വാട്ടർ എന്തായാലും നോൺ ന്യൂട്ടോണിയൻ ആണ്. അപ്പോൾ 5 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ബി ആണ്. ദാറ്റ് ഈസ് 3 and 4. ഓക്കെ, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. വാട്ടർ എന്താണ്? ഒരു ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ്. അതുപോലെ കെറോസിനും ന്യൂട്ടോണിയൻ ആണെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, നോൺ ന്യൂട്ടോണിയൻ വരുന്നത് ബ്ലഡും ടൂത്ത് പേസ്റ്റും. ഓക്കെ, നമ്മുടെ ടൂത്ത് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമുക്ക് നമ്മുടെ ബിങ്ഹാം പ്ലാസ്റ്റിക് ഫ്ലൂയിഡ് ആയിരുന്നു അല്ലേ? ഓക്കെ, അടുത്ത എ വാട്ടർ ടാങ്ക് പാർഷ്യലി ഫിൽഡ് വിത്ത് വാട്ടർ ഈസ് ബീങ് കേരിഡ് ഓൺ എ ട്രക്ക് വിത്ത് എ കോൺസ്റ്റന്റ് ഹൊറിസോണ്ടൽ ആക്സിസ്. ദ ലെവൽ ഓഫ് വാട്ടർ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഓക്കെ, അതിൽ ഇതുവരെയാണ് വെള്ളം നിറച്ചിരിക്കുന്നത്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മൂവ് ചെയ്യുകയാണ്, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണ്. അങ്ങനെ ഈ ലെവൽ ഓഫ് വാട്ടറിന് എന്ത് സംഭവിക്കുന്നതാണ് ചോദിക്കുന്നത്. ലെവൽ ഓഫ് വാട്ടർ എന്ത് ചെയ്യും? ഇങ്ങനെ ആവത്തില്ലേ? അതായത് നമ്മുടെ എന്താണ് ബാക്ക് സൈഡിൽ ലെവൽ റൈസ് ചെയ്യും, ഫ്രണ്ട് സൈഡിൽ ലെവൽ കുറയും. അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന റൈസസ് ഓൺ ദ ബാക്ക് സൈഡ് ആൻഡ് ഫാൾസ് ഓൺ ദ ഫ്രണ്ട് സൈഡാണ്. In the sample of water, an increase in pressure of 18 megapascal caused a 0.5% reduction in the volume. The bulk modulus of elasticity for this sample. അപ്പോൾ നമുക്കറിയാം ബൾക്ക് മോഡുലസ് എന്ന് പറഞ്ഞാൽ dP/dV/V ആണ്. ഇവിടെ 0.5% റിഡക്ഷൻ ഇൻ വോളിയം എന്ന് പറഞ്ഞാൽ dV/V × 100 ആണ് ഇവിടെ തന്നേക്കുന്നത് 0.5% എന്നുള്ളത്. അപ്പോൾ 0.5/100 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് dP 18 മെഗാപാസ്കൽ ആണ്. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് 3600 മെഗാപാസ്കൽ. ഇനി ദ ഫ്ലോ ഇൻ എ കാപ്പിലറി ട്യൂബ് ഈസ് ലാമിന. ബിക്കോസ് ഫ്ലോ എന്ന് പറയുന്ന ഒരു കാപ്പിലറി ട്യൂബിൽ ഫ്ലോ എന്ന് പറഞ്ഞ ലാമിനാണ്. കാരണം എന്താണ്? അവിടെ ഡയമീറ്റർ ഓഫ് കാപ്പിലറി ട്യൂബ് എന്ന് പറയുന്നത് വളരെ സ്മോൾ ആയതുകൊണ്ടാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഞാൻ കളക്ട് ചെയ്തത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളും കൂടുതൽ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.